ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ നികേഷ് പനിച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ എന്താ പറയുക, നികേഷിനെ ശുശ്രൂഷിച്ചിട്ട് നിധി അവിടെ തന്നെ ഉണ്ട്. സുധീഷും സുഭാഷും ഹരീഷൊക്കെ പോയിരുന്നു ജോലിക്ക്. അപ്പോൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നിധു വരികയാണ്. നിധു വന്നിട്ട് നോക്കുമ്പോൾ ഹരീഷുമായിട്ട് ഭയങ്കര വാഗ്വാദത്തിലാണ്. അപ്പോൾ ഹരീഷ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, കുറേ പ്രാവശ്യം വിളിച്ചു, അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റുമായിട്ടാണ് അവൾ വന്നത്. സത്യത്തിൽ എന്താ നടന്നത് എന്നുള്ളത് അവൾ ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. പ്രേമം തലയ്ക്ക് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ ഇതാണല്ലോ. അപ്പോൾ പറയും, നീ ഒരാഴ്ച എന്തൊരു സ്നേഹമായിട്ടാണ് നീ എന്നോട് സംസാരിച്ചതും ഒക്കെ, എന്നിട്ട് നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ഇതാണ് അങ്ങനെയാണ്. അപ്പോൾ എടുത്തൊഴിക്ക് ഹരീഷ് പറയും, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നത്തെ കാര്യം. ഞാൻ പറഞ്ഞു ഞാൻ ഇത്തിരി തിരക്കിലാണ്, പിന്നെ വിളിക്കാൻ വേണ്ടി നിന്നോട് പറഞ്ഞു. അപ്പോൾ നിനക്ക് അപ്പം തന്നെ നിന്നെ കുത്തി ഇരിക്കണം നിന്നോട് സംസാരിച്ച്. എനിക്ക് അതിന് സൗകര്യമില്ല. എൻ്റെ ചെവിയിൽ വന്നിട്ട് കിരികിരി എന്ന് പറയുന്നൊരു മൂട്ട എനിക്ക് ആവശ്യമില്ല, ഇറങ്ങി പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഇവളും കട്ടാക്കി നിൽക്കുകയാണ്. ഇവൻ പറയുന്നതിനനുസരിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ നിനക്ക് ഇനി എന്നെ വേണ്ട അല്ലേ, ഇത്രയേ ഉള്ളൂ നിൻ്റെ പ്രേമം അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ ഹരീഷിന് ദേഷ്യം പിടിപ്പിക്കും. അതെ, അത്ര തന്നെ ഉള്ളൂ, എനിക്ക് സ്വൈരം വേണം, എനിക്ക് ആദ്യം അതാ വേണ്ട. ഒന്നാമത് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ഇത് ഒരു സ്വൈരല്ലാതെ സംസാരിക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരക്കാണെങ്കിൽ അതിനനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. ഇത് പകൽ മുഴുവൻ പണിയെടുത്ത് രാത്രി നിന്നോട് കിന്നരിച്ചുകൊണ്ടിരിക്കാനല്ലേ എനിക്ക് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പറയും, നീ അതന്നെ പറയണം, എൻ്റെ അച്ഛൻ അപ്പളേ പറഞ്ഞതാണ്, നീ എന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നിപ്പോൾ അതിപ്പോൾ ശരിയായി, ഇനി ഞാൻ വരില്ല, നിന്നെ കാണാൻ വരില്ല, അങ്ങനെയാണെന്നൊക്കെ പറയുകയാണ്. പൂട്ടി കടന്നിട്ട് എന്നൊക്കെ പറയും. അപ്പോഴും അവിടെ നിന്ന് പിറു പറയും. അപ്പോൾ സ്പാൻഡർ അടിക്കാനുണ്ട്. അപ്പോഴേക്കും കൂടെ നിൽക്കുന്ന പയ്യന്മാരെ ഹരീഷേട്ടാ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ കിട്ടുൻ്റെ അടുത്ത് അടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എത്രത്തോളം ദേഷ്യപ്പെട്ട് നിൽക്കുന്നു അത്രത്തോളം അവനോട് അവനെങ്ങനെ ചൂടാക്കി ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവൾ കൂളാവണില്ല, അവനെ ഹീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ ഇറങ്ങിപ്പോന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് വരില്ല, ഞാൻ നിന്നെ കാണാൻ വരില്ല, നിന്നെ കാണാൻ വന്നാൽ എനിക്കാണ് തെറ്റ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് അവളങ്ങോട്ട് പോവും. അപ്പോഴാണ് അവനൊന്നിട്ട് ഇതാവുന്നത്. പിന്നെ അവിടെ ഇരിക്കുക, അത്രയും സഹി കിട്ടും. അപ്പോഴേക്കും ചെക്കന്മാരിങ്ങനെ നോക്കി എന്താ വിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് അറിയാം അവനൊരു ദേഷ്യക്കാരാണ്, പക്ഷേ ഇങ്ങനെ അവളോട് തട്ടിക്കയറുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ പണിയെടുക്കടാ എന്ന് പറഞ്ഞിട്ട് അവന്മാരോട് ഒച്ചിടും. വേഗം പണിയെടുത്തോ, പ്രശ്നം ഗുരുതരാണ് എന്ന് പറയുകയാണ് അവന്മാർ കേട്ടോ. അത് പിന്നെ കാണിക്കുന്ന ഉച്ച സമയത്ത് നമ്മളുടെ സുഭാഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൊതിയൊക്കെ തുറന്നിരിക്കുമ്പോഴേക്കും നമ്മളുടെ ബംഗാളി ഉണ്ടല്ലോ, അയാളുടെ പെങ്ങളങ്ങോട്ട് വരുന്നുണ്ട് ഭക്ഷണം കൊണ്ട്. അപ്പോൾ പറയും, എന്നും ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ അവൾ കുറേശ്ശെ മലയാളമൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ പറയും, ഞാനിന്ന് ചോറും കറികളാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയും. ഇപ്പോൾ സുഭാഷ് ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണി അവൾക്കും കൊടുത്ത്, അവൾ കൊടുക്കുന്ന ചോറ് ഈ സുഭാഷും കഴിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ബിരിയാണി നല്ല രസമുണ്ട് പറയും. ഇപ്പോൾ പറയും, ചോറും നല്ല രസമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ അങ്ങോട്ട് ഹിന്ദി മലയാളമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. കേരളം എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയും. കേരളം ഇഷ്ടപ്പെട്ടു, കേരളത്തിലെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അറിയും എന്നുള്ളത് അരിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് റായാണെന്നാണ്. അപ്പോൾ അവളെ ഏട്ടൻ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, റായാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവൾ ഒരു മാസം പൂനെയിൽ നിന്നപ്പോഴേക്ക് ഹിന്ദി പഠിച്ചു. ഇപ്പോൾ അവൾ ബംഗാളി പറയില്ല, ഹിന്ദിയാണ് പറയുക. അവൾ വേഗം ഭാഷ പഠിക്കുക, അവൾ മിടിക്കുകയാണ്, ഭാഷ പഠിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്, സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ നിധി വന്ന് നോക്കുമ്പോൾ നികേഷ് പനിച്ച് വിറച്ച് കിടക്കുകയാണ്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നല്ല പനിയാണ്, ഇടാന്ന് വരയ്ക്കുന്ന പനി. ഇപ്പോൾ വിളിക്കുന്നുണ്ട്, മോനെ എനിക്ക് നികേഷ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ പനിക്കുക. അപ്പോൾ പറയും, നമുക്ക് നല്ല പനി ഉണ്ടല്ലോ, ഡോക്ടറെ അടുത്ത് പോവുക എന്ന് പറയുമ്പോൾ, വേണ്ട എടുത്തി, അത് കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ അവൾ ഉമ്മർത്ത് വരുമ്പോൾ ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കും. അച്ഛ ഒരു സഹായം ചെയ്യുമോ ചോദിക്കുമ്പോൾ, എന്ത് സഹായം വേണ്ട പറഞ്ഞോ എന്ന് പറയും. അച്ഛ നികേഷിന് നല്ല പനിയുണ്ട്, ഗുളിക വാങ്ങണം എന്ന് പറയും. അതിനെന്താ വാങ്ങിക്കാമല്ലോ എന്ന് പറയും, ഞാൻ പോയിട്ട് വരാം. അത് പിന്നെ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇറങ്ങുകയാണ് പോവാൻ. അപ്പോൾ പിന്നെ അച്ഛൻ ചായപ്പൊടിയും കഴിഞ്ഞിട്ടുണ്ട്, വാങ്ങാം, പൈസ വേണ്ടേക്കുമ്പോൾ. അപ്പോൾ ഭാസ്കരൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക.
നീ ഒരു കഴിഞ്ഞ് നിൻ്റെ പൈസ നീ നിൻ്റെ ബാങ്കിൽ കൊണ്ടുപോയിടെ, ഇതൊക്കെ വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. സൈക്കിളെടുത്തിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടാണ് പോണത്. അത് കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിടുന്ന സമയത്താണ് തിരിച്ച് വരുന്നു ആൾ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് മോളെ പിന്നെ എന്നാൽ ഗുളിക പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഗുളിക കൊടുക്കുന്ന സമയത്ത് പിന്നെ ആദ്യം ചായപ്പൊടി അതൊക്കെ കൈ കൊടുക്കും, പിന്നെ ഗുളിക കൊടുക്കും, പിന്നെ ഒരു പോക്കറ്റിൽ നിന്നൊരു മഞ്ച് കൊടുക്കുക. അപ്പോൾ പറയും ഇത് സ്നേഹം കൊണ്ട് വാങ്ങിയതൊന്നും അല്ല കേട്ടോ, ഇത് പിന്നെ പൈസ ചില്ലറല്ലായിരുന്നു അങ്ങോട്ട് വാങ്ങിയതാണ് പറയും. പിന്നെ ഒരു കാര്യം, ഈ പനിക്ക് ഗുളിക കൊടുക്കണ്ട എന്ന് പറയും. അപ്പോൾ അതെന്താ നോക്കുമ്പോൾ പനി നമ്മുടെ ശരീരം ഇടയ്ക്ക് നമുക്കൊരു ഇത് തരുന്നതാണ്. അപ്പോൾ അങ്ങനെ പനിച്ച് പോകണം, എന്നാലേ നമുക്ക് പ്രതിരോധ ശേഷി കൂടുള്ളൂ. അപ്പോൾ ഗുളിക വാങ്ങുമ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയേ. അതുകൊണ്ടല്ലേ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഗുളിക വാങ്ങാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി ഗുളിക വാങ്ങിയും കൊണ്ട് വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പറയും ഇതുപോലെ തന്നെ ആയിരുന്നു അവൻ്റെ അമ്മയ്ക്കും, ആഴ്ചയിൽ 4 ദിവസം പനിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവൾക്ക് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ പറയും ഞാൻ അവളെയും കൂട്ടി അവളെ നാട്ടിൽ നിന്ന് വരുമ്പോൾ 6 ദിവസം ലോറിയിലിരിക്കണം ഇങ്ങോട്ട് എത്തണമെങ്കിൽ. ആ 6 ദിവസമില്ല 4 ദിവസം അവൾ പനിച്ച് കിടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പറയും അവരെവിടെയാണ്, അവർ നാട് എവിടെയാണ്, എന്താ അവരുടെ പേര് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ പ്രശ്നമായല്ലോ, ഇത് പറയേണ്ടിയിരുന്നില്ല എന്നറിയും. ഇവൾക്ക് ഇത് അറിയാൻ എന്താ വല്ല ഇത്ര ഇൻട്രസ്റ്റ്, അവളിഞ്ഞ് വല്ല CBI മറ്റാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സ്വയം. അപ്പോൾ പറയും അച്ഛ പറയച്ച എന്താ അതിപ്പോൾ പറയാനൊന്നുമില്ല, നീ അവന് കൊണ്ടുപോയി മരുന്ന് കൊണ്ട് കൊടുക്കുക അറിയാം. അതല്ല അച്ഛൻ പറയാം എന്താ കാര്യം എന്ന് പറയാം, എവിടെ അവൻ്റെ അമ്മ എവിടെ, അവരുടെ പേരെന്താ, അവരുടെ നാട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നുമില്ല നീ വെക്കറിയാം. അപ്പോൾ ഇല്ല അച്ഛാ, ഇത് ഞാൻ അച്ഛനെയും കൊണ്ട് തന്നെ പറയിക്കുക, അച്ഛൻ എന്നോട് ഇതൊക്കെ പറയും എന്നൊക്കെ പറയും. പിന്നെ എന്നറിയും കേട്ടോ. അപ്പോൾ പറയും അച്ഛനെയും കൂടെ ഞാൻ ഇത് പറയിക്കും എന്ന് പറയാം. നല്ല രസമായിട്ടുണ്ട് ഒരു അച്ഛനും മകളുള്ള ആ ഒരു കോമ്പോ, നല്ല രസമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലുപെന്നെ കൊണ്ട് പറയിക്കുക, ഇതറിയാണ്. അങ്ങനെ ഇവൾ പിന്നെ മരുന്നുമായിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നികേഷ് മരുന്നൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇരിക്കപ്പോൾ എടുത്തി എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ നീ ഓക്കെ ആയില്ലേ നികേഷ് എന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓക്കെയാണ് എടുത്തിന്ന് അറിയാം, ഇന്ന് ഞാനൊരു കാപ്പി തരാം എന്നറിയാണ് കേട്ടോ. അങ്ങനെ നികേഷിനൊരു കാപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരുമ്പിക്കണം. നീതു അങ്ങോട്ട് വരികയാണ്. ഒരു പ്രാവശ്യം വന്ന് പോയതാണ്. നീതു അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വാതിലിൻ്റെ മുകളിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അപ്പോൾ അറിയും വന്നോട്ടെ എന്ന് ചോദിക്കും. അതിനെന്താ നിങ്ങൾ കയറി നിതു എന്നറിയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്ന് അവിടെ കസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ എന്താ നിങ്ങൾ തമ്മിൽ പിന്നെ അടിയായോ എന്ന് ചോദിക്കാൻ നികേഷ്. അപ്പോൾ പറയും അടിയോ, എന്താടി, നീ എന്താ ഞങ്ങൾ അടി കൂടുന്ന കാത്തിരിക്കുകയാണോ ചോദിക്കുമ്പോൾ അതല്ല, ഏതാണ്ട് ഒരാഴ്ച മുഴുവൻ നിങ്ങൾ രാവും പകലും ഇല്ലാണ്ട് വർത്തമാനം പറയുന്നുണ്ടോ, അപ്പോൾ അടി കൂടുമ്പോഴാണല്ലോ അങ്ങോട്ട് വരിക എന്നറിയും. അത് ശരി, അപ്പോൾ നീയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കണ്ണിട്ടല്ലേ എന്നറിയുമ്പോൾ കണ്ണിട് നിൽക്കുമ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട്, ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, തിരക്കാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ പ്രാവശ്യം വിളിച്ചു, അപ്പോഴും ഫോൺ എടുത്തില്ല. പിന്നെ ഇന്നലെ ഫുൾ ഫോൺ ഓഫായിരുന്നു. ഇന്നാണ് പിന്നെ കടയിൽ വരുന്നത്. കടയിൽ വന്ന് നോക്കുമ്പോൾ ചെന്നപ്പോൾ ഭയങ്കര ദേഷ്യവും ജാടയും, എന്നോട് വഴക്കുണ്ടാക്കാൻ നിന്നു എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും അത് ശരി, നേരത്തെ ഞങ്ങൾ അന്ന് സുധീഷ് ചേട്ടൻ അന്വേഷിച്ച് അങ്ങോട്ട് വന്നില്ലേ, അന്ന് മുഴുവൻ ഹരീഷേട്ടൻ്റെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളാണ് വിളിച്ചുകൊണ്ടിരുന്നിരുന്നത് എന്ന് പറയാണ്. അപ്പോൾ പറയും ഞാൻ തന്നെയായിരുന്നു പറയും. അപ്പോൾ നിങ്ങളും ഉണ്ടായിരുന്നോ കൂടെ വയ്ക്കുമ്പോൾ അതെ ഞങ്ങളും ഉണ്ടായിരുന്നു കൂടെ. അത് പിന്നെ ഞങ്ങളൊരു കാര്യം എന്നിട്ട് നികേഷ് നിർത്തുകയാണ്. അപ്പോൾ പിന്നെ നിധി പറയുന്നുണ്ട്. അപ്പോൾ പറയും വേണ്ട എടുത്തി പറയേണ്ട അറിയുമ്പോൾ കുഴപ്പമില്ല അറിയും. അപ്പോൾ പറയും അത് ഞാനും എൻ്റെ അച്ഛനും സുധീഷും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ സുധീഷിനെ അന്വേഷിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിരുന്നു. ആ സമയത്താവും ചിലപ്പോൾ നിധു വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതാണെന്നറിയാം. അപ്പോൾ പറയും അതൊന്നും നിധു അറിഞ്ഞിട്ടില്ലേ എന്ന് നോക്കിയാണ് നിധി. അപ്പോൾ ഇല്ല അറിയാം. അപ്പോൾ നിധിയോട് ചോദിച്ചാൽ അവൾ ഒരു ഗ്ലാസ് കാപ്പി വാങ്ങി കൈ പിടിക്കുന്നുണ്ട് നിധു. അപ്പോൾ ഈ കാപ്പിയും കൈ പിടിച്ചുകൊണ്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ എടുത്ത വഴിക്ക് നികേഷ് പറയും അത് പറയാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടാവില്ല, ഈ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒക്കെയല്ലേ, പിന്നെ എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ പോടാ എന്ന് പറയാണ്. അപ്പോൾ പറയാം അല്ല, പിന്നെ പൊതുവേ ഹരീഷേട്ടൻ അങ്ങനെ ആരോട് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, അതാണ് അത്രയും ഇതായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് എടുത്തേക്ക് അറിയുന്നതല്ലേ എന്ന് പറയും. അപ്പോൾ അല്ല, അത് ശരി തന്നെയാണ്, ഹരീഷ് അങ്ങനെ ആരോടും അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, അത് തന്നെയാണ് കാര്യം, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിനൊരു തീരുമാനമായല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അവസാനം
പിന്നെ അവൾ അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ ഫോൺ എടുക്കാഞ്ഞതും പിന്നീട് എന്താ ഉണ്ടായതെന്നൊക്കെ ഇപ്പോൾ നിധി പറഞ്ഞ് ഏതാണ്ട് മനസ്സിലായി കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ഫോൺ വെക്കുകയാണ്, പിന്നെ അങ്ങനെ അവൾ പറയുന്നത് ഞാൻ പോട്ടെ അറിയാം. അപ്പോൾ ഈ കാപ്പി പിടിച്ചിട്ടൊന്ന് കുടിച്ചിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെയല്ല കാപ്പി ഉണ്ടാക്കുക, ഇത് ഭയങ്കര കടുപ്പാണ്, ഇങ്ങനെ ഒന്നും കാപ്പി ഉണ്ടാക്കിയത്. പിന്നെ അവൾ എന്തൊക്കെയോ ഒരു ഇത് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് സത്യത്തിലൊന്നും മനസ്സിലായില്ലേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡാത്ര. അപ്പോൾ പറയും ഇങ്ങനെയല്ല കാപ്പി ഉണ്ടാക്കി, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കി കാണിച്ച് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് അതിൽ നിധി ഇത് കേട്ടിട്ട് ആകെ അന്തം വിട്ടിട്ട് നോക്കുകയാണ്. എന്നിട്ട് നിധിയുടെ കയ്യിൽ തന്നെ ഗ്ലാസ് കൊടുത്തിട്ട് അവളങ്ങനെയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവളെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഹരീഷ് ഏട്ടനെ വിറ്റ കാശ് അവളെ കയ്യിലുണ്ട്. അവൾ ഹരീഷ് ഏട്ടനെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ കാപ്പി ഒന്ന് സിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ കുറ്റം പറയാനും പറ്റില്ല എന്ന് നികേഷോ കാപ്പി അവിടെ വയ്ക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹരീഷ് ഇങ്ങനെ പുറത്ത് മൂടി പൊതിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നിധി വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇത് കുടിച്ചോ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഈ പനിക്കൂർക്ക എന്ന് പറയും, ഞങ്ങളിവിടെ കഞ്ഞിക്കൂർക്ക എന്ന് പറയും കേട്ടോ. പനിക്കൂർക്കട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊടുക്കുക പറയുക. അപ്പോൾ കുടിച്ച് കഴിഞ്ഞിട്ട് അറിയാം അച്ഛനാണ് പനിക്കൂർക്ക എടുത്തും കൊണ്ട് വന്നത് അറിയും. ഇതെന്താ എടുത്ത് നേരത്തെ പറഞ്ഞില്ലെന്ന് ഞാൻ കുടിക്കില്ലായിരുന്നു എന്നറിയാം. അപ്പോൾ പറയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വില്ലനൊന്നുമല്ല അച്ഛൻ വളരെ പാവാണെന്ന് അറിയും. അപ്പോൾ ഞങ്ങളൊക്കെ ജീവിതം എങ്ങനെ ആവാൻ തന്നെ കാരണം അയാളാണ്, അയാൾ ഒറ്റ ഒരുത്തനാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെ ആവാൻ കാരണം എന്ന് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ ഇവർ സുഭാഷും ഹരീഷും കൂടെ വീട്ടിൽ വരുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ടാ പനി എന്നൊക്കെ ചോദിച്ചു സുഭാഷ് അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുക ഏട്ടാ പിന്നെ എടുത്ത് ഇന്ന് മുഴുവൻ എൻ്റെ കൂടെ തന്നെ ഇരുന്നു, എന്നെ ശുശ്രൂഷിച്ചിട്ട് മരുന്ന് തന്നിട്ടും ചായ ഉണ്ടാക്കി തന്നിട്ടും. അപ്പോൾ എനിക്ക് അമ്മ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു ഫീലാണ് തോന്നിയത് ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ കാറ്റത്തെ കുളിക്കൂടിൻ്റെ കഥ വരുന്നത്. എന്തായാലും ഹരീഷിനെയും കൊണ്ടേ പോവുള്ളൂ നിധു എന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ട് നമ്മളുടെ കാറ്റത്തെ കുളിക്കൂട് സീരിയൽ കാണാൻ മറക്കരുത്. പിന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ എന്തോ തണ്ടയ്ക്ക് നല്ല സുഖമില്ല, ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട് കഥയിൽ, ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.